പരമ്പര പഞ്ചാഗ്നി ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഈ ബോട്ടില് ഒരു വായിക്ക് കൊള്ളത്തില്ല. ഈ കണ്ടെയ്നറിന്റെ ക്വാളിറ്റി മോശം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോന്നാണോ എന്തോ ഇങ്ങനെ ഇതിനെ പറ്റി ഇത്ര വലിയ പറയാൻ കിടക്കുന്നത്. മാഡം, ഇനി ഞാനൊരു രഹസ്യം പറയാം. നമ്മുടെ ബെഡാ ബസാറില് നമ്മുടെ അച്ചാർ 10 പീസ് വിറ്റ് പോകുമ്പോഴ് സുരഭിയുടെ അച്ചാർ വെറും 15 പീസാ വിറ്റ് പോകുന്നത്. അല്ല, പിന്നെ 15 പീസ് വിറ്റ് പോകുന്നുണ്ടേ. നമ്മളെക്കാട്ടെ 5 പീസ് കൂടുതൽ അവര് വിറ്റ് പോകുന്നത്. അത് തന്നെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിന് മാത്രം എന്തോ ഇരിക്കുന്നത് ഈ അച്ചാറില്. ഇത് വായി വെച്ച് കൂട്ടാൻ കൊള്ളാം. അല്ല, ഇത് വായി വെച്ച് കൂട്ടാൻ പറ്റാത്ത സാധനത്തിന് ഇത്ര ഡിമാൻഡ് ആണല്ലോ എന്ന് ആലോചിക്കാൻ. അതല്ലേ ഞാൻ പറയുന്നത്. അതെ, അവളെ ഇങ്ങനെ വളരാൻ വിട്ടുകൂടാ. എന്റെ മാഡം, ഈ ബിസിനസ്സില് മോളും മരുമോളും എന്നൊന്നൊരു മാറ്റമില്ല. കടക്കാർക്ക് കമ്മീഷൻ കൂട്ടിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി, എന്നിട്ടും വിറ്റ് പോകുന്നില്ലെന്നേ. അയ്യോ, ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഓഫർ വെച്ചുകൂടെ? ഈ ബൈ 1 get 1 എന്നൊക്കെ പറയുന്നല്ലേ. അമ്മ, അതെല്ലാം നമ്മൾ ചെയ്തതാ. കൊച്ചമ്മ, എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഐഡിയ പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ വിജയിക്കും. അതായത് നമ്മള് ഈ പിക്കിള് വാങ്ങിക്കുന്നില്ലേ, അതായത് ഒരു 500 ഗ്രാം പിക്കിള് വാങ്ങിക്കുന്നവർക്ക് 1 പെഗ് ബ്രാൻഡി ഫ്രീ എന്ന് പറഞ്ഞിട്ട് കൂപ്പൺ അടിച്ചിറക്കണം. ഈ കൂപ്പണും കൊണ്ട് എല്ലാ ബാറിലും ചെല്ലുമ്പോ എല്ലായിടത്തുനിന്നും ഓരോ പെഗ് വീതം. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെ? കൊള്ളത്തില്ല. അയ്യോ എടാ, കള്ള് വീറ്റുള്ള കാശൊന്നും ചന്ദ്രഹാസം പിക്കിൾസിന് വേണ്ട. മനസ്സിലായല്ലോ? അല്ലമ്മ, മുത്തോണ്ണം ബ്രാൻഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്തടിക്കാൻ തോന്നണ? അതല്ല അണ്ണാ, പറ. നമ്മുടെ പിക്കിൾസിനെ നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ വെച്ചാലോ? പൃഥ്വിരാജിനെ പോലെ ഒരാളാ. അതൊക്കെ ഭയങ്കര ചെലവുള്ള കാര്യമാ മോനെ. നീ ഇതെന്തുവായി പറയുന്നത്? എന്താണിപ്പോ ഒരു ഐഡിയ? എന്ത് മാനര ആലോചിക്കുന്നത്? എന്തുവാ ഞാൻ ആലോചിക്കുന്നേ? പറ. എന്ത്? അത് മാഡം, വേറൊരു മാർഗമുണ്ട്. അതൊരു ഇച്ചിരി വളഞ്ഞ വഴിയാ. വളഞ്ഞതാണേലും വളയാത്താണേലും എന്താ കാര്യം ഒന്ന് തെളിച്ച് പറ. ഞാനൊരു രഹസ്യം പറയാം. പറയട്ടെ? ഇത് ഇങ്ങോട്ട് നോക്കിയേ. നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ. ഇതർ ദേഖോ. അതായത് ഏതൊരു രുചികരമായ സാധനത്തിന്റെ പുറകിലും അതിന്റെ കൂട്ട് തയ്യാറാക്കുന്ന ഒരാളിന്റെ ഒരു കൈപുണ്യം ഉണ്ടാവും. അത് തരാം. മുന്നോട്ട് പോട്ടെ. ഇപ്പൊ സുരഭി പിക്കിൾസില് അതിന്റെ കൂട്ട് തയ്യാറാക്കുന്നവനെ നമുക്ക് തട്ടിക്കൊണ്ടുവന്ന് സുരഭി പിക്കിൾസിന്റെ ഈ കൂട്ട് തയ്യാറാക്കുന്നതിനെ നമുക്ക് തട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്ഥാപനത്തില് ഈ കൂട്ടുണ്ടാക്കാനായിട്ട് നിയമിക്കണം. നല്ല ഐഡിയ. അത് ഞാനേറ്റു. പക്ഷെ ഒരു കാര്യം, ഞാനിപ്പോ പറഞ്ഞത് കേട്ടല്ലോ, പരമരഹസ്യമായിരിക്കണം. പ്രത്യേകിച്ച് കൊച്ചമണിയും സുരഭിയൊന്നും ഒരക്ഷരം അറിയരുത്. കൊച്ചമ്മ കണ്ടോ, ഞാൻ ആളാരെന്ന് വെച്ചാ ആളിനെയും കൊണ്ടേ ഇവിടെ വരും. ഉറപ്പ്. ഓക്കെ, അത് മതി. ഞാനോ മര്യാദക്ക് ഇവിടെ അടുക്കള ജോലിയും ചെയ്തോണ്ട് നടന്നിരുന്നവൾ ആ സുരഭി. അവളൊക്കെ ഇപ്പൊ വലിയ കൊച്ചമ്മയായി. ഞാനോ ഇവിടെ അടുക്കളയിൽ കിടന്ന് നരകിച്ചോണ്ടിരിക്കുക. എന്റെ കരിക്കിങ്കര അമ്മച്ചി, ഞാനൊരു കരിങ്കോഴിയെ നേർന്നേക്കാം. അച്ചാറ് കമ്പനി പൊളിഞ്ഞ കുത്തുവാള എടുക്കണേ. ആരുടെ അച്ചാറ് കമ്പനിയുടെ കാര്യം നീ പറയുന്നേ? അയ്യോ അമ്മ, നമ്മുടെ അല്ല, അവളുടെ, ആ സുരഭിയുടെ. പറഞ്ഞു. ഒരു കരിങ്കോഴിയെ വരെ കൊടുക്കാന്നാ ഞാൻ പറഞ്ഞേക്കുന്നത്. ആർക്ക്? കരിക്കിങ്കര അമ്മച്ചിക്ക്. അയ്യോ, അതാരാ? ഹോട്ടൽ നടന്ന സ്ത്രീയാ? ആര്? ഈ ആർക്കാണ്ട് കോഴിയെ കൊടുക്കാമോന്ന് പറഞ്ഞു. എന്തുവാ? അയ്യോ എന്റെ അമ്മേ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ വിളിച്ചപേക്ഷിച്ചാൽ എന്ത് കാര്യവും സാധിച്ചു തരും. ഭയങ്കര ശക്തിയുള്ള ദേവിയാ. ഒരു കാര്യം ചെയ്യും, ഒരു 5-6 കോഴി അങ്ങ് നേര്. കാരണം അത് അവിടെ തീരണം അതോടുകൂടി. അമ്മേ, അത്ര കഷ്ടപ്പെടാതെ നമുക്ക് കൂടോത്ര ഒന്ന് ട്രൈ ചെയ്താലോ? ഭയങ്കര എഫക്റ്റാ. പോരാത്തന് ഇപ്പൊ നല്ല ഡിമാൻഡുവാ. എന്നാ പിന്നെ അത് മതി. കൊച്ചമ്മ, ഓ ഇതെന്തോന്നടാ ഇത്? കടയിൽ പോവാതെ പറഞ്ഞിട്ട് നേരെ ഉച്ചയായാലും എവിടെ പോയി? കാര്യമുണ്ട്. തേടിയ വള്ളിപ്പയർ കാലി തന്നെ ചുറ്റി.
തേടിയ വള്ളി പയറല്ല, തേടിയ വള്ളി കാലിച്ചു. അങ്ങനെങ്കിൽ അങ്ങനെ. ആരെങ്കിലും ഉണ്ടാ? ആരുമില്ലല്ലോ. കൊച്ചമ്മ, സുരഭി പിക്കിൾസിന്റെ പ്രിപ്പറേഷന് പിന്നിലുള്ള കറുത്ത കൈ ആരാണെന്ന് ഞാൻ തന്ത്രപരമായി കണ്ടുപിടിച്ചു കഴിഞ്ഞു. പേര് തന്ത്രിക. അല്ല, ചന്ദ്രിക. എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ആ ഒരു കൊച്ചാണ്. അതിന് നല്ല ഏതെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കല്യാണം കഴിപ്പിക്കണ? കല്യാണം കഴിക്കാൻ ഭയങ്കര നിർബന്ധമായിട്ടിരിക്കുക. ആഗ്രഹമില്ലേ ചേച്ചി? എന്നെ വിളിച്ച് എപ്പോഴും ശല്യം ചെയ്യിക്കുക. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അല്ല, നമ്മളവിടെ നല്ല തങ്കപ്പെട്ട പയ്യന്മാരുണ്ട്. ഞാൻ കൊള്ളാവുന്ന പയ്യന്മാരെ നമുക്ക് നോക്കിക്കളയാം. കൊച്ചിനെ കാണട്ടെ. ഇതാണ് പെൺകൊച്ച്. ഓ, തങ്കപ്പെട്ട കൊച്ചു കേട്ടാ. പേര് ചന്ദ്രിക എന്നാണ്. എവിടെ ജോലി? ഇവിടെ ഒരു അച്ചാർ കമ്പനിയിലാണ് ജോലി. ഏത് അച്ചാർ കമ്പനിയിൽ? സുരഭി അച്ചാർ കമ്പനി. അറിയോ? അവിടുത്തെ മെയിൻ ആളാണ്. മെയിൻ ആള്. സൂപ്പർ ആയിട്ട് അച്ചാർ, നല്ല കൈപുണ്യമാണ്. പേരെന്തെന്ന് പറഞ്ഞേ? ചന്ദ്രിക. ചന്ദ്രിക. അറിയത്തില്ലേ? അറിയാം. പിന്നെ ചന്ദ്രികയെ അറിയാം, സുരഭി അച്ചാർ കമ്പനിയൊക്കെ അറിയാം. അപ്പൊ ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഒന്നും കൂടുതലായിട്ട് പറയണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഈ പെങ്കൊച്ചിന്റെ ഫോൺ നമ്പർ ഞാൻ തരാം. നല്ല എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതിന് മെസ്സേജ് തരാം. ശരി. ചേട്ടാ, മലക്കറി എടുത്തോ? ഇപ്പൊ 4 മാസം. അയ്യോ, 4 മാസം ഗർഭിണിയാ? 4 മാസമായി ജോലിക്ക് കയറിയിട്ടത്. അത് ശരി, അത് കൊള്ളാമല്ലോ. എടാ, ഈ പറയുന്ന ഈ ചന്ദ്രികയെ നമ്മൾ എങ്ങനെ നമ്മുടെ കമ്പനിയെ കൊണ്ടുവരും? അതാണ് പ്രശ്നം. അല്ല കൊച്ചമ്മ, നമുക്ക് ശമ്പളം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാലോ? അതായത് എന്റെ ഫ്രണ്ടായ ചേട്ടന്റെ ഭാര്യയുടെ ഫ്രണ്ടാണ് ഈ ചന്ദ്രിക. ചന്ദ്രികയുടെ ഫോട്ടോ അടക്കം ഫോൺ നമ്പർ അടക്കം സർവ്വ ഡീറ്റെയിൽസ് എന്റെ കൈവശം. അല്ല, ഇതിനൊരു വഴിയൊന്ന് ആലോചിക്കുമ്പോളെ എങ്ങനെങ്കിലും കടത്തി ഇനി കൊണ്ടുവന്നാലോ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്തുവാ? ഈ വിധവകളായ സ്ത്രീകളായിരിക്കുമല്ലോ അവളുടെ അച്ചാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അതെ. അപ്പോ കറക്റ്റ്. അതായത് ഈ പെണ്ണിന് പറ്റിയ ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിൽ തന്നേക്കുന്നത്. അപ്പൊ സംഗതി ഈസിയായി. എങ്ങനെ? നമ്മുടെ മുത്തുവണ്ണനെ കൊണ്ട് ആ ചന്ദ്രയെ കല്യാണം ആലോചിക്കണം. നാണം. കുര്യാവേ, ആ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ട്, മനസ്സിലായോ? നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ കേറി അവളെ അങ്ങ് പ്രേമിക്കണം. പ്രേമിച്ച് തന്നെ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുളിച്ചോടിയാലും പ്രശ്നമല്ല, നമുക്ക് കാര്യം നടക്കുമല്ലോ. പക്ഷേ കൊച്ചമ്മ, അവളെന്നെ ഇഷ്ടപ്പെടുവോ? എന്തോന്നാ ഈ പറയുന്നത്? നീ എന്താ നീ അത്ര മോശം? എന്താ നിന്റെ വിചാരം? നിന്റെ ഈ വ്യക്തിത്തെ ഈ വേഷമൊക്കെ മാറ്റിയിട്ടേ എന്റെ ഒരു സുന്ദര കളയപരനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുന്നത് ഏത് വേണ നിന്നെ നോക്കാത്തത്? ഞാനല്ല പറയുന്നത്. എന്നാലും ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം നീ തന്റെ ഇവളുമായിട്ടൊരു പ്രേമം അങ്ങ് തുടങ്ങും. അതാണ് ഇപ്പൊ എളുപ്പ വഴി. ധൈര്യമായിട്ടൊക്കെ പ്രേമിക്കണം. അല്ല കൊച്ചമ്മ, ഞാൻ കൊച്ചിനെ കണ്ടിട്ടില്ല, അതൊരു വിഷയം. കണ്ടാ കുഴപ്പമില്ലായിരുന്നു. എടാ എന്റെ മുത്തു, ഞാനൊരു കാര്യം പറയട്ടെ. കാണാന് അവക്ക് നിന്നെ കണ്ടാലും നിനക്ക് അവളെ കണ്ടാലും ഒക്കെ ഈ പ്രേമം എന്ന് പറയുന്നുണ്ടല്ലോ, ചിലപ്പോ കണ്ണും കാതും പൂക്കൊന്നും ഇല്ലടാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഫോൺ എടുത്ത് വെച്ച് അവളുടെ നമ്പറിലോട്ട് ഹലോ എന്ന് പറഞ്ഞൊരു 1-2 പ്രാവശ്യം വിളിക്കുക. അല്ല, വേണ്ട ഒരു കാര്യം ചെയ്യും, നിനക്ക് ആദ്യം നാണമാണെങ്കിൽ നീ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച് അങ്ങ് ഇരിക്കുമ്പോ ഒരു ദിവസം ചേട്ടാ ഒരു ഫോൺ ഇങ്ങോട്ട് വരും, മനസ്സിലായോ? അതോടുകൂടി നമ്മുടെ ഉദ്ദേശം നടക്കും. എന്റെ പൊന്നുമുത്തു, നീ വിചാരിച്ചാ നടക്കും. വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അവരുടെ കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. അപ്പോ പേരും നക്ഷത്രമൊക്കെ അറിയായിരിക്കുമല്ലോ. പിന്നെ നക്ഷത്രം നാഗം. അല്ല, നക്ഷത്രം മകം. അയ്യോ, മകം പിറന്ന പങ്ക ഐശ്വര്യമുള്ളതാണോ? അയ്യോ, ആ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ മുത്തോട്ടൻ നടന്ന് ഒന്ന് ട്രൈ ചെയ്യേ. എന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, നമ്മളെ അച്ചാർ കമ്പനിക്ക് വേണ്ടി ഞാൻ ഇന്നു മുതൽ ചന്ദ്രികയെ പ്രേമിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കൊച്ചമ്മ, തയ്യാറായി കഴിഞ്ഞു. ഇത് സത്യം 100%. പ്രേമിച്ചു ഞാൻ നിന്നെ മുത്തുന്റെ ആളാക്കും. എടാ, ദേവസ്ത്രീയാക്കോത്താ കേട്ടോ പരി. അയ്യോ, എന്റെ ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടിയാ മതിയായിരുന്നു. നടക്കും. അവൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. അവന്റെ ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പാവം. ഓ, ആസേട്ടാ,
അണ്ണാ മുത്തോണ്ണ. ഓ എന്താണ് ഇത്? ഈ ലോകത്തൊന്നും അല്ലേ? ഹലോ ഞാൻ ആലോചിക്കായിരുന്നേ, എന്താണ്? ജീവിതത്തിലേ കല്യാണം വേണ്ടെന്ന് വിചാരിച്ചവനാണ് ഞാൻ. ഇങ്ങനെയൊക്കെ എന്താണെന്നാണ് അണ്ണാ എനിക്ക് തോന്നണത്, ആ അണ്ണാ ഞാൻ വെടി കൊണ്ടതിന് ശേഷമാണ് അണ്ണൻ്റെ ഭാഗ്യമൊക്കെ വരാൻ പോണത്. തന്നെ തന്നെ തന്നെ. അണ്ണ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടൊരു മെസ്സേജ് അയക്കും. ഞാൻ ഇന്നുവരെ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. അത് മാത്രമല്ല, അയക്കണമെങ്കിൽ തന്നെ എന്തോന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. അണ്ണാ ചന്ദ്രിക അല്ലേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കേ. അതിനയക്കുന്ന ചന്ദ്രയാണെന്ന് എനിക്കറിയാമല്ലോ. അണ്ണ ഇതിനൊരു സ്റ്റാർട്ടിങ് വേണ്ടേ? അറിയണ്ടേ അവരെ മനസ്സിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ആ മെസ്സേജ് അയക്കല്ലേ? അല്ല, അയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അവര് വല്ലതും വിചാരിക്കും എന്നുള്ളതാണ്. ഒന്നും വിചാരിക്കില്ല, അങ്ങോട്ട് അയക്കും. ചന്ദ്രിക അല്ലേ എന്ന് വായിക്കും. കണ്ടോണേ, വല്ലതും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടാ. ചന്ദ്രിക ഓൺലൈൻ ഉണ്ട് കേട്ടാ. അതേന്ന് ആ കൊച്ചിന് നാളെ അറിയല്ല. മകം മകൻ നാളല്ലേ എന്ന് ചോദിച്ചു. മകൻ എന്റെ അണ്ണ മുഖമല്ല മകം. ഓ മകം അല്ലേ ഓൺലൈനിലുണ്ട് കേട്ടാ. കള്ളി. അതെ, ഇനി അണ്ണന്റെ നാളെ പറ. ഉത്തരം. ആ അത് പറ. അല്ല, അത് ഞാൻ വോയിസ് മെസ്സേജ് ചെയ്യണം. എൻ്റെ നാട് ഉത്തരമാണേ. നമ്മൾ രണ്ടുപേരെയും നാള് വെച്ചിട്ട് ഞാൻ പൊരുത്തം നോക്കി. 10ക്ക് 10 പൊരുത്തമുണ്ട്. പിന്നെ എനിക്ക് ചന്ദ്രയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ടെൻഷൻ വേണ്ട, കാരണം ഞാൻ ചന്ദ്രയെക്കുറിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. കള്ള, ഇതാണ് അഴിഞ്ഞൂടാന്ന് പറഞ്ഞത്. പിന്നെ അയ്യോ, ആട് തന്റെ ഒരു ചിഹ്നം അയച്ചേക്കുന്നു. ഞാൻ ക്ലാവർ അയക്കട്ടാ? ക്ലാവറാ? ഓ, ഇതാണ് തന്നെ ക്ലാവർ ഒന്നും അല്ല. ഇതാണ് ലവ് സിമ്പിള്. ആ, അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓ അത് ശരി. അപ്പൊ ഇനി എന്തെന്ന് ചോദിക്കണ അടുത്തത്? എവിടെ വെച്ച് കാണാന്ന് ചോദിച്ചു. വോയിസ് അയക്കാം. ചന്ദ്രു, നാളെ നമുക്ക് എവിടെ വെച്ച് കാണാം? ഓ ചന്ദ്രു, നമ്മളെ കുന്നുംപുറം ക്ഷേത്രത്തിന്റെ വെച്ച് കാണാൻ പറ്റും ചോദിക്കാം. നമുക്ക് നാളെ കുന്നുംപുറം ഇല്ലേ, കുന്നുംപുറം ക്ഷേത്രത്തിൽ വെച്ച് കാണാൻ പറ്റുമോ? ടൈം അങ്ങോട്ട് ചോദിച്ചു. 3:30 മണിക്ക് കാണാൻ ഇങ്ങോട്ട്. ഓ സെറ്റ്. അമ്മയാണ് എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ഇത്ര പെട്ടെന്ന് സെറ്റ് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഒരു കാര്യം, ഇതുപോലെ പക്കറ ഡ്രസ് ഇട്ടോണ്ട് പോരുത്. പിന്നെ നല്ല പാന്റും ഷർട്ടും ഒക്കെ ഇട്ടോണ്ട് പോണം കേട്ടാ. അങ്ങനെ ഉള്ളൂ. നീ എന്തോന്ന് വേണം കണ്ട. ഇതിനല്ലേ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചോണ്ട് കിടന്നത്. സത്യം ആദ്യമായിട്ടാണല്ലോ. എന്നാ എനിക്ക് ചന്ദ്രകലം ഇതേ ചന്ദ്രേട്ടൻ ഇട്ടിരുന്ന ഡ്രസ്സാ. ഇതൊക്കെ ഇട്ട് നീ ഒന്ന് ചെത്തിപ്പോയേച്ചു വാ. ഇത് എനിക്ക് കറക്റ്റ് ആവോ കൊച്ചമ്മ? കറക്റ്റ് ആവുമെന്നോ? കറക്റ്റ് ആയിരിക്കൂടോ. ഇതൊക്കെ ഇട്ടാ നീ ആരാന്നാ പിന്നെ നിന്റെ വിചാരം? നീ കമലഹാസനെ പോലെ ഇരിക്കും തന്നെ. അതാണ്. പക്ഷേ ഇതെനിക്ക് വലുതാവോന്നൊരു സംശയം. അതൊക്കെ നിന്റെ സംശയം. വലുതൊന്നും ആയിരിക്കത്തില്ല. ഇത് കറക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല കൊച്ചമ്മ, ഇത്തിരി വലുതാവും. എന്നാ ഒരു കാര്യം ചെയ്യ്. അണ്ടേ മെഷീൻ ഉണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ട് സുരഭി അത് ചെറുതാക്കി കറക്റ്റ് സൈസ് ആക്കി തരും. ഞാനാ പിന്നെ എനിക്കൊന്നും വയ്യ. എനിക്ക് ഓഫീസിൽ പോണം. അവിടെ എന്നെ കാത്തിരും മാർക്കറ്റിംഗ് മാനേജർ ഇരിക്കുകയാണ്. ബംഗാളിയല്ലേ? ബംഗാളിയാ? അതെ, ഈ ബംഗാൾ ഭാഷ സംസാരിക്കുന്ന എല്ലാവരും ബംഗാളികളാണ്. അതൊരു നോർത്ത് ഇന്ത്യനാ. നോർത്ത് ഇന്ത്യൻ. ഓ, അവനെ കണ്ടാൽ അറിയാമനൊരു ജഗജ്ജാല കില്ലാടി. അവൻ 1-ാം തരം കള്ളനവൻ. പിന്നെ അതിങ്ങതാ, ഞാൻ വൈകിട്ട് നാളെ വല്ലതും തച്ചു വയ്ക്കാം. അയ്യോ, വൈകിട്ട് നാളെ തയ്ച്ചു വെക്കാനോ? അവരിതൊരു വലിയ പരിപാടിക്ക് പോകുവാണ്, അതിനു വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. എന്തോന്നടാ, എന്തോന്നൊരു പരിപാടി നീ പറഞ്ഞേ? കവിയരങ്ങ്. കാവ്യ അരങ്ങിന്റെ ഇതിനാണ് അവന് പോട്ടെ. എനിക്ക് പോണ്ടേ? കവിയല്ല, ഭായിയുടെ എന്തെങ്കിലും ആട്ടോ ഒരു അക്ഷരല്ലേ മാറിയുള്ളൂ. അവൻ ഇപ്പൊ പോണോന്ന്. എനിക്കിപ്പോ പോണോന്ന്.
ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. 24 മണിക്കൂറും അങ്ങ് ഓഫീസ്, നോർത്ത് ഇന്ത്യ, മറ്റവൻ മറിച്ചവൻ അവൻ ഇവൻ പറഞ്ഞ് ഇറങ്ങിപ്പോയാലേ ഒരു 100 കൂട്ടം പണി ഈ വീട്ടിൽ കിടപ്പുണ്ട്. അതെ, 100 കൂട്ടം പണിയൊന്നും പറയണ്ട. ഞാൻ എല്ലാ പണിയും തീർത്തിട്ട് തന്നെയാണ് പോകുന്നത്. രാത്രി വന്ന് എച്ചിൽ പാത്രം കഴുകി വെച്ചിട്ടാണ് കിടന്നു അറിയാമോ? ആണോ? ശരി. എന്നാലേ ഇപ്പൊ എന്റെ പൊന്നുപോള് പോയി നല്ല ചായ ഇട്ടിട്ടു എനിക്ക്. ഈ നട്ടുച്ചയ്ക്ക് ഇറങ്ങി ചായ കുടിക്കോ? ഊണ് കഴിക്കാൻ സമയമായി. അല്ല, ചായ കുടിക്കും, ഞാൻ കുടിക്കും. അല്ലല്ല കൊച്ചമ്മ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കും. കൊച്ചമ്മ ഞാൻ പോയി. വേണ്ട, അവിടെല്ലടാ. എന്ത് അവര് ചായ ഇട്ട് തരാൻ പറ്റൂല എനിക്ക്. ചായ ഇട്ട് തരും. വേണ്ടാന്ന്. ഒരു നല്ല ചായ നീ ഇട്ട് വന്നിട്ട് പോ. ചായ അല്ല ചോദിച്ചത്, ഞാനായി ചോദിച്ചില്ലല്ലോ. കഷ്ടം നോക്കിയാണ്. എന്തോ തന്നോ? ചായ കേട്ടിട്ടില്ലേ? ചൗ മാറ്റി വെച്ചിട്ടുണ്ടേ. കൊച്ചമ്മ ഞാൻ പോയി ചായ എടുത്താ. എടാ മണ്ട ശിരോമണി, നീ ചായ അടുപ്പിൽ നിറക്കുന്നതിന് പകരം ചെന്ന് ആ ചന്ദ്രികയെ ഇറക്കിക്കൊണ്ട് വാ. നമ്മുടെ കാര്യങ്ങൾ നീങ്ങട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ ഇത്തിരി വലുതാണെങ്കിൽ ഇതിട്ടുണ്ട് അങ്ങ് പോവാ. അത് മതിയടാ, ചെല്ലേ. ചായ എന്റെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കുള്ളൂ പോലും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ. ഉച്ചയ്ക്ക് ആരെങ്കിലും ചായ കുടിക്കുമോ? കഷ്ടം നോക്കൂ. ഇന്നത്തോടു കൂടിയേ അവരെ ചാട്ടിനെ നിർത്തി കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ. ഗ്രാമ്പൂല് ഇഷ്ടം. ഗ്രാമ്പൂ കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ. ഇട്ട ചായ. നമ്മ ചായ. നിനക്ക് എന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാമല്ലോ. ഗ്രാമ്പ് ഇട്ടിട്ടുണ്ടോ ഇതില്? ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടേ ഉള്ളൂ. അങ്ങനെ പറ. നല്ല മണം. കൊച്ചമ്മ മറ്റേ മെസ്സേജ് വന്നായിരുന്നു കേട്ടാ. മറ്റേ അങ്ങ് പോകാനുള്ള മറ്റേ മെസ്സേജേ. നമ്മുടെ കവിയരങ്ങല്ലേ? അല്ലല്ല കവിയരങ്ങല്ല, നമ്മൾ നേരത്തെ. അത് തന്നെടാ, അത് തന്നെ കവിയരങ്ങ് നമ്മളിപ്പോ പറഞ്ഞത്. അതന്നെ കൊച്ചമ്മ, ഈ ജുബ്ബ ഓക്കെ കറക്റ്റ് സൈസ്, പക്ഷെ ഇത് നല്ല വലുത് കേട്ടാ. അയ്യോ, ഞാൻ അത് അവള് ശരിയാക്കി തരും. അല്ല മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. മീറ്റിംഗ് ഞാൻ മാറ്റി വെച്ചു നാളത്തേക്ക്. മുത്തണ്ണല്ലേ, ശരിയാക്കി തരാം. ശരി ശരി. ചായ കുടിക്കാം. കുടിക്കണേ. കുടിക്കാം. നല്ല മണം. അവിടെ ഒരു മീറ്റിംഗ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ചായ എടുത്ത് കുടിക്കുന്നേ. എന്നാ കൊച്ചമ്മയ്ക്ക് വേണ്ടേ? ഞാൻ എപ്പോഴാണ് ഈ നേരത്തെ ചായ കുടിക്കുന്നത്? ഞാൻ അവക്കൊട്ടൊരു പണി കൊടുത്തല്ലേ. അയ്യോ, കുറ്റം പറയല്ലോ കൊച്ചമ്മ, സൂപ്പർ ചായ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഗ്രാമ്പൂ. അതായിരിക്കും. ഒരു ചെവയുണ്ട്. അല്ല, അത് ഗ്രാമ്പൂന്റെ. കുടിക്ക് കൊച്ചമ്മ. ഇന്ന് 3:30 മണിക്കാണ് അവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത്. 3:30 മണിക്ക്? അതെ, 3:30 മണിക്ക്. 3:30 മണിക്ക് ചെല്ലണം അല്ലേ? അയ്യോ, അപ്പൊ നിനക്ക് പോകാൻ സമയമായല്ലോ. എന്നാലും വല്ലാത്തൊരു ചെവ തന്നെ കേട്ടാ കൊച്ചമ്മ. അല്ലാതെ ഈ ഗ്രാമ്പൂ ഇച്ചിരി കൂടിപ്പോയിട്ടാണ്. നല്ല കൂടിപ്പോയി. ഇത് നിന്റെ കൈ വെക്ക്. എന്തിനു കൊച്ചമ്മ ഇത്? എടാ മണ്ടച്ചാരെ, ദേ അവളെ വിളിച്ചുകൊണ്ടുപോയി നല്ലൊരു ഹോട്ടലിൽ കയറുക. അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളോ എന്താന്ന് വെച്ചാ വയറ് നിറച്ച് വാങ്ങിച്ചു കൊടുത്തേച്ച് വിളിച്ചോണ്ട് വരിക. മനസ്സിലായോ? എന്റെ അമ്മ പോലും എന്റെ കല്യാണ കാര്യത്തിൽ ഇത്ര താല്പര്യം എടുത്തിട്ടില്ല. എന്താടാ മുത്തു, നീ ഇവിടുത്തെ ഒരു അംഗമല്ലേ? നിന്നെ അങ്ങനെയാണോ ഞാൻ കണ്ടിരിക്കുന്നത്? കൊച്ചമ്മ, ഞാൻ അവളെ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി കൊച്ചമ്മ പറഞ്ഞ പോലെ ചായയും പപ്സും സമോസയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അല്ല, അത് ഈ 2000 രൂപയ്ക്ക് മൊത്തം വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞേ. അത് പിന്നെ പ്രശ്നമാകും. അവക്ക് ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുത്തേച്ച് സന്തോഷമായിട്ട് വാ കേട്ടോ. ഞാൻ പോയിട്ട് പോയിട്ട് കേട്ടോ. കൊച്ചമ്മ എന്നെ അനുഗ്രഹിക്കണം. എടാ, ഈ കാര്യത്തിൽ എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് മുത്തു. സന്തോഷമായിട്ട് പോയിട്ട് ഞാൻ നോക്കിയിരിക്കുവേ. കുടിച്ചു പോവാ. അതെ, ഒരു ചെവ തന്നെ. ഒരു വെടിക്ക് 2 പക്ഷി. അവന് പെണ്ണുമായി എനിക്ക് എന്റെ കാര്യം നടക്കും.
ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ട്, എന്തായാലും പണി തുടങ്ങുള്ളൂ. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ തന്നെ ഇരിക്കണം. അയ്യോ അത് ഭയങ്കര കുഴപ്പമായി പോയല്ലോ വേണ്ടത്, കുറച്ച് കടങ്കയാണേ. ഒരു കടന്ന കഴിയും ഇല്ല. എന്റെ അടുത്ത് ഭയങ്കര അസൂയമ്മ, അതുകൊണ്ട് തന്നെ ഞാൻ ചായയിൽ പണി കൊടുത്തത്. പിന്നെ ആ ബോംബെക്കാരൻ വിളിച്ചു കേട്ടാ, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ്. അയാൾ കുറച്ച് ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞേക്കണത്. ശരി അമ്മ, ഞാൻ വിളിക്കാം. എന്തരക്കാവോ എന്തരം. ചേച്ചി എവിടെ പോന്ന്? അവള് വക്കീലിനെ കാണാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് പറഞ്ഞായിരുന്നു. തന്നെ വാ, എന്നാ പോയിട്ട് വരി. പാവം പെണ്ണു, എവളാണ് സുരഭി പിക്കിൾസിന്റെ നട്ടെല്ല്. ഒത്തു, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. കൊച്ചമ്മ, എനിക്ക് ഗ്ലാമർ കൂടിപ്പോയിട്ടൊന്നുമില്ലല്ലോ. എന്തോന്നടാ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോ ഗ്ലാമർ കൂടണമല്ലോ. അതാ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോഴേ കൊച്ചമ്മ പറഞ്ഞ പോലെ കമലഹാസനെ പോലെ തന്നെ ഉണ്ട്. ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അതെ, കുഞ്ഞിന്റെ അനുഗ്രഹം കൂടെ വേണം കേട്ടോ. അത് ഇപ്പോഴും ഉണ്ട്. അയ്യോ, മെസ്സേജ്. ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവാണ്. 2 സെക്കൻഡ്. ഞാൻ ഇന്ന് ഫുൾ ഡേ ലീവാണ്. എനിക്ക് 2 ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ പറന്ന് ഞാനവിടെ എത്തിയേനെ. നീ ആരാണ് ഇവിടെ ചലിക്കുന്നത്? അത് കമ്മിറ്റിക്കാരാണ്. അവര് ഹാഫ് ഡേ ലീവ് ഉണ്ടെന്ന് കമ്മിറ്റിക്കാർക്ക് സാഹിത്യ ഭാഷയിൽ പറഞ്ഞതാ. ഏത് കമ്മിറ്റിക്കാര്? അയ്യോ, ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നില്ലേ അവന്റെ കമ്മിറ്റിയുടെ കാര്യം? കമ്മിറ്റിയില്ലേ? അത് തന്നെ, കമ്മിറ്റിക്കാര്. സത്യം. ധൈര്യമായിട്ട് പോവാ. കൊച്ചമ്മയുടെ അനുഗ്രഹം കൂടെ വേണം കേട്ടോ. അയ്യോ, അത് കൂടുണ്ട്. മതി കൊച്ചമ്മ, എനിക്കത് മാത്രം മതി. കാവടി തുള്ളിയാണോ പോന്നേ? ഇവർക്കെന്തൊരു കുലുക്കമില്ലാത്. തോന്നടി, ഇതുവരെ എന്നെ കാണാത്ത പോലെ ഇങ്ങനെ തുറിച്ചൊരു നോട്ടം. ഒന്നുമില്ല. ഓ ഈശ്വര, എല്ലാം നീ തന്നെ കാക്കണം. ഈശ്വര കാത്തോണ്ണേ. കാക്കും.